ഈ ഒരു വർക്ക്ഷോപ്പില്ലേ എൻ്റെ വീടിൻ്റെ അടുത്ത് നല്ല പേരുള്ള വർക്ക്ഷോപ്പാണ് കേട്ടോ. ഈ ഒരു ചേട്ടൻ പണിത് കഴിഞ്ഞാൽ വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല എന്ന് നാട്ടിൽ പൊതുവേ ഒരു സംസാരമുണ്ട്. എൻ്റെ വണ്ടിക്ക് വൈറ്റ് സ്മോക്ക് ഓടിക്കുമ്പോൾ ഒക്കെ റോഡ് നിറച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും എൻജിൻ തീരുമാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. ഞാൻ സെക്കൻഡ് എടുത്ത വണ്ടിയാണ് കേട്ടോ. ഒരു ദ ഫുഡ് ട്രാവലർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വ്ളോഗറുടെ വണ്ടിയാണിത്. പുള്ളിയുടെ അമ്മ മേടിച്ചു കൊടുത്ത വണ്ടിയാണെന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വണ്ടി. അങ്ങനെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ എന്നോട് 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ സിലിണ്ടർ മാറാം, അല്ലെങ്കിൽ ഉള്ള സിലിണ്ടർ നമുക്ക് ബോർ ചെയ്തിട്ട് ഇടാം. ബോർ ചെയ്തിടുമ്പോൾ മൈലേജ് ഷോർട്ടാവും. പിന്നെ ലോങ് പോകാനാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ കിറ്റ് മാറി ഇടണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. സിലിണ്ടർ കിറ്റ് മാറി ഇടാനായിട്ട് എനിക്കൊരു 5000 രൂപയോളമാണ് ചിലവായത്. പുതിയ പിസ്റ്റൺ, പുതിയ സിലിണ്ടർ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചേട്ടൻ വരാനായിട്ട് കുറച്ച് ലേറ്റായി. എൻ്റെ അടുത്തൊരു 6 മണിയായപ്പോഴത്തേക്കും സമയം പറഞ്ഞിട്ട് ഒരു 6:30 പുള്ളിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, വരാനായിട്ട് കുറച്ച് ലേറ്റായിരുന്നു. എന്നാലും ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഇറക്കിയത്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള വിഷയമാണ് കേട്ടോ, ഞാൻ ഈ ഓയിൽ മാറ്റുന്നത്. അങ്ങനെ ആ ഒരു വണ്ടി ഞാൻ അന്ന് നൈറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ക്യൂൻ ബോക്സിലോട്ടാണ് പോയത്. അങ്ങനെ അതെല്ലാം എൻജോയ് ചെയ്തിട്ട് വളരെ വൈകിയാണ് ഞാൻ വീട്ടിൽ പോയത്.